ഇതാ അങ്ങനെ തേങ്ങാപ്പാൽ പോർന്ന പായസം ഞാൻ തയ്യാറാക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇതിൻ്റെ അകത്തില്ലേ ഇതാ ഈ ശർക്കരയാണ് ചേർക്കുന്നത്, വെള്ളമല്ല ശർക്കര. അപ്പോൾ ശർക്കര ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ സേമിയ ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലും ശർക്കരയും. കണ്ടോ, ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിന് അണ്ടിപ്പരിപ്പ്, നല്ല നെയ്യ്, മുന്തിരി എല്ലാം കൂടിയിട്ടൊന്ന് വറവിടാനുണ്ട്. തിളച്ച് വരുന്നത്ര പായസം. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതല്ലേ. നമുക്ക് ഓരോ സാധനം ഇപ്പോൾ സേമിയ വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അല്ലേ നമ്മൾ ഓരോന്ന്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പം പഞ്ചസാര ഇപ്പോൾ എല്ലാവർക്കും അത്ര ഇതില്ലല്ലോ. അപ്പോൾ ശർക്കരയും തേങ്ങാപ്പാലും കൂടി സേമിയ നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അടുപ്പത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.